വേദിയിലും ഉള്ള ഏറ്റവും ബഹുമാന്യനായ സാന്ധ്യജനാണ്. അദ്ദേഹത്തിൻ്റെ സഭ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തുന്നതനുസരിച്ചിട്ട് സാന്ധ്യജന് ഇവിടുന്ന് തിരുവനന്തപുരത്ത് ഒരു മാറ്റം ഉണ്ടായിരിക്കുകയാണ്. സാധാരണഗതിയിൽ സംഭവിക്കുന്നത് പോലൊരു സ്ഥലം മാറ്റമല്ല സാന്ധ്യച്ചൻ്റെ കാര്യത്തിൽ ഉണ്ടാവുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെ അദ്ദേഹം നമ്മളുമായെല്ലാം നല്ലവണ്ണം ഒരു ഹൃദയബന്ധം സ്ഥാപിച്ച ആളാണ്. അതുകൊണ്ട് സാന്ധ്യച്ചൻ അവിടെ ചെല്ലുമ്പോൾ മുഹമ്മയിൽ സ്ഥാപിച്ചതുപോലെ തന്നെ ഒരു ഹൃദയബന്ധം അവിടെയും സ്ഥാപിക്കാനാവും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ യാത്ര മുഹമ്മയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്ര എന്നതിനപ്പുറത്തേക്ക് ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്കുള്ള ഒരു യാത്രയാണ്. ആ യാത്രയ്ക്ക് അദ്ദേഹത്തിന് എല്ലാ മംഗളങ്ങളും നേരുന്നു എന്നാണ് എനിക്ക് അറിയിക്കാനുള്ളത്. നല്ല മനുഷ്യനാണ് എന്ന് നമുക്കെല്ലാമുള്ള അനുഭവമാണ്. എനിക്കൊരു ചെറിയ കാലം കൊണ്ടുള്ള അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനിടയിൽ ആവോളം സ്നേഹം അദ്ദേഹത്തിൽ നിന്ന് ഞാനും അനുഭവിച്ചിട്ടുണ്ട്. നല്ല കാർക്കശ്യക്കാരനാണ്. അത് മിക്കവാറും ഇവരുടെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട എല്ലായിടത്തുമുള്ള ഒരു പ്രത്യേകതയാണ്. CMI സഭ കാര്യത്തിനകത്ത് വിദ്യാഭ്യാസത്തിൻ്റെയും ആതുര ശുശ്രൂഷയുടെയും കാര്യത്തിൽ അവർ പുലർത്തുന്ന കുറേയേറെ പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ ഒരു ശാഠ്യമായി നമുക്കൊക്കെ അനുഭവപ്പെട്ടു വരും സാധ്യതയുണ്ട്. അവിടെ എല്ലാം കാണിക്കുന്ന ആ പ്രത്യേകത ഈ സ്ഥാപനങ്ങളെ ഉത്തരോത്തരം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ ഉയർത്തിക്കൊണ്ടു പോകുന്നതിൽ വലിയ പങ്ക് വഹിക്കുകയും ചെയ്യും. കുട്ടനാട്ടിൽ ജനിച്ച് കുട്ടനാട്ടിൽ വളർന്ന് പുരോഹിതന്റെ രംഗത്തേക്ക് അദ്ദേഹം എത്തിയത് ഒരു ചെറിയ കാര്യമായി നമുക്ക് ആർക്കും കാണാൻ കഴിയില്ല. മറ്റെല്ലാ രീതികളും വിട്ട് പൗരോഹിത്യത്തിൻ്റെ രംഗത്തേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ചിലതെല്ലാം ത്യജിക്കുക എന്നതാണ് ഏറ്റവും പരമപ്രധാനം ആവുന്നത്. അങ്ങനെ ത്യജിക്കാൻ കഴിയുന്നവർക്കാണ് ഈ പുരോഹിതൻ, സന്യാസി എന്നെല്ലാം പറയുന്നതിലേക്ക് എത്താൻ കഴിയും. അങ്ങനെ എത്തുന്നവർ അവർ ചുമതലപ്പെടുത്തുന്ന കാര്യങ്ങൾ മാത്രമേ, അതാണ് ഇവരുടെയൊക്കെ പ്രത്യേകത. നമ്മളിത് വ്യത്യസ്തമായ പലതിനെ നമ്മൾ കാണുന്നുണ്ടാവും. മറ്റെല്ലാ ഇടങ്ങളിലേക്കും നിൽക്കുന്നവരെയും കാണുന്നുണ്ടാവും. അധികാരത്തിൻ്റെ, രാഷ്ട്രീയത്തിൻ്റെ, ഭരണത്തിൻ്റെ, മറ്റു കാര്യങ്ങളുടെ, സുഖലോലുപതയുടെ ഒക്കെ രംഗങ്ങളിലേക്ക് എത്തിനോക്കുക മാത്രമല്ല, അതിനകത്തെ കണ്ടുകൂണ്ട് നിൽക്കുന്ന പൗരോഹിത്യത്തെയും ചിലപ്പോൾ നമ്മുടെ കാഴ്ചകളിൽ ഉണ്ടാവും. അവിടെയെല്ലാം ഈ അച്ഛൻ സാന്ധ്യ ഒരച്ഛൻ മാത്രമല്ല, ഇങ്ങനെ കുറേയേറെ പേരുണ്ട്. അവരാണ് ഭൂരിപക്ഷം. അങ്ങനെ ഒരു പൗരോഹിത്യത്തിൻ്റെ രംഗത്തേക്ക് എത്തിച്ചേർന്ന ഈ മനുഷ്യൻ കുട്ടനാടിനെ കൂടെ കൊണ്ടു നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ പ്രത്യേകതയുള്ള മറ്റൊരു കാര്യമായി മാറുക.